ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ വാഗമൺ MMJ പ്ലാന്റേഷനിലെ 1000-ഓളം തൊഴിലാളികൾക്ക് ഓണാഘോഷം പട്ടിണിക്കാലമാണ്. ജോലി ചെയ്ത കാലത്തെ ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത ദുരിതത്തിൽ കഴിയുന്ന ഇവരെ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ പോലും നൽകാതെ സർക്കാരും വഞ്ചിച്ചു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ഇവരുടെ സ്വപ്നത്തിൽ പോലും ഓണാഘോഷങ്ങളോ ഓണസദ്യയോ ഇടം പിടിച്ചില്ല. സമൃദ്ധിയുടെ പ്രതീകമായി നാടെങ്ങും ഓണം കൊണ്ടാടുമ്പോൾ ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടണേ എന്ന പ്രാർത്ഥന മാത്രമാണ് തേയിലെ തോട്ടം തൊഴിലാളികൾക്കുള്ളത്. ഒരു കാലത്ത് സമൃദ്ധിയുടെ പ്രതീകമായിരുന്ന തേയില ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ ഇവരുടെ ജീവിതം ഇരുളടഞ്ഞു. 1000-ഓളം തൊഴിലാളികളുടെ ഉപജീവനമാർഗം ഇതോടെ ഇല്ലാതാവുകയായിരുന്നു. മറ്റു ജോലികൾ വശമില്ലാത്ത ഇവർക്ക് കാടുപിടിച്ച തോട്ടങ്ങളിലെ തേയിലക്കൊളുന്തുകൾ വിറ്റുകിട്ടുന്ന തുച്ഛവരുമാനം ഒന്നിനും തികയുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്കുള്ളിൽ അടുപ്പ് പുകയുന്നത് തീ കായാൻ വേണ്ടി മാത്രമാണ്. സർക്കാരും ഇവരെ കൈയൊഴിഞ്ഞിരിക്കുന്നു. രണ്ടാഴ്ചത്തെ സൗജന്യ റേഷൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു. ഇതുവരെ നിലവിൽ റേഷൻ കടയിൽ നിതുവരെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ സർക്കാർ 2000 രൂപ റിലീഫ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോസ്റ്ററെല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു നടപടിയും ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഉണ്ടായിട്ടില്ല. ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ദാരിദ്ര്യവും പട്ടിണിയും തങ്ങളുടെ ജീവനെടുക്കുമോ എന്ന ഭയം ഇവരെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ജീർണിച്ചു പോയിരിക്കുന്നു. ഈ ഓണനാളിലെങ്കിലും സർക്കാർ ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണണം. ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.